പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു വലിയ സത്യമാണ് ഒറ്റപ്പെടൽ എന്നത്. ഏകാന്തതയിൽ താൻ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാരെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കും, കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥകളുണ്ടായിരിക്കും. ചില സമയങ്ങളിലൊക്കെ ചില വ്യക്തികൾക്ക് അത് ഡിപ്രഷനിലൊക്കെ പോകുന്നുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊക്കെ UAE താമസിക്കുന്നത്. അവിടെ ചിലപ്പം കമ്പനിയുടെ ഇതനുസരിച്ച് നമ്മൾ അക്കോമഡേഷനൊക്കെ മാറേണ്ട സമയങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാർ, നമ്മളിവിടെ വന്ന് പരിചയപ്പെട്ട കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കും. നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന മേഖലയുണ്ട്. ചില റൂമൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിനകത്ത് പല ചിന്തകൾ കടന്നു വരുന്ന സമയങ്ങളുണ്ടായിരിക്കും. ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മുടെ രാത്രിയിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അദൃശ്യമായ കരം, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മോട് സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഒത്തിരി പേർക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുക, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഇരുളേറുന്ന അവസ്ഥയിൽ ദൈവം നമുക്ക് വെളിച്ചമായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഈ ബെഥെസ്ദ കുളക്കരയിൽ 38 ആണ്ടായ ഒരു വ്യക്തി ഇരിക്കുവാണ്. നമുക്ക് ആ 5-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ സാധിക്കും. ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ദൂതൻ ഇറങ്ങുമ്പോൾ, കുളക്കലക്കുമ്പോൾ ആദ്യം കുളത്തിൽ ഇറങ്ങുന്ന വ്യക്തി മാത്രം സൗഖ്യം പ്രാപിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം കിട്ടുന്ന ആൾക്ക് സൗഖ്യം പ്രാപിക്കുക, പിന്നെയില്ല. പക്ഷേ ഈ വ്യക്തി 38 ആണ്ടായിട്ട് കുളക്കരയിൽ വെയിറ്റിംഗ് പീരീഡ് പോലെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് ഒരു സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, എനിക്കറിയില്ല യേശു ഇവന് വേണ്ടി മാത്രമാണോ കുളക്കരയിലെത്തിയെന്ന്. യേശുവിനോട് ചോദിക്കുക, നിന്റെ എന്താ സൗഖ്യം പ്രാപിക്കാൻ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നു, യജമാനനെ, കുളം കലക്കുമ്പോൾ എന്നെ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. 38 ആണ്ടായിട്ടും പറയുക, എനിക്ക് ആരുമില്ല. എന്നെ വേദന പറയുവാൻ എനിക്ക് ആരുമില്ല. ഈ സൗഖ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എനിക്ക് ആരുമില്ല. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, എന്നെ ഒന്ന് ഇതിലേക്കൊന്ന് ഇറക്കുവാൻ എനിക്ക് ആരുമില്ലാതിരിക്കുമ്പോൾ കർത്താവ് പറയുക, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാം, നീ സൗഖ്യമായിരിക്കുക. നീ ആരെ വിശ്വസിക്കുന്നത്? നിൻ്റെ സഹായത്തിനായി ദൈവം നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കും. ഈ ഒരു വേർഡ് എന്നെ ടച്ച് ചെയ്ത്, എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന അവസ്ഥയിൽ കർത്താവ് പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ലോകത്തെയും അഖിലാണ്ടം എല്ലാം സൃഷ്ടിച്ചൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമുക്ക് എല്ലാം വേണം? പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും ആരുമില്ലെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട, ഡിപ്രഷനിലോ വേർഡ്സുകളിലൊന്നും തളർന്നു പോകേണ്ട. കർത്താവ് പറയുക, എൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. യശയ്യാപ്രവചനത്തിലൊരു വചനം ഇപ്രകാരം പറയുന്നുണ്ട്: പെറ്റ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ ഉള്ളം കൈ പരിപാലിക്കും. ലോകത്തിൽ അമ്മമാർ മറക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സംഭവം വായിച്ചിട്ട് പോലും ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന്. പക്ഷേ ഇന്ന് ലോകത്തിൽ ഒത്തിരി അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് മറന്നു പോകുമ്പോൾ കർത്താവ് പറയുക, എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈ പരിപാലിക്കും. ആ ഒരു വചനത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുന്നത്. തീർച്ചയായും ആരുമില്ലെന്ന് പറഞ്ഞ് നിൽക്കേണ്ട, ആരുമില്ലെന്ന് പറഞ്ഞ് തളർന്നു പോകേണ്ട. കർത്താവ് പറയുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, മുന്നോട്ട് നീ യാത്ര ചെയ്യുക, നിന്നെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കർത്താവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ വിശ്വസിക്കുക, തളരരുത്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.